പരിശുദ്ധ ബസേലിയോസ് മാർത്തോസ് തൃതീയൻ ബാവാ തിരുമേനി ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച അസോസിയേഷൻ സെക്രട്ടറി അഭിനന്ദനായ അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അവറുകൾ, അധ്യക്ഷ പദം അലങ്കരിക്കുന്ന അഭിനന്ദനായ അക്ഷരത്തെയും ഭാഷയെയും സ്നേഹിക്കുന്ന ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് തിരുമേനി, സഭയുടെ പ്രിയങ്കരനായ വൈദിക ട്രസ്റ്റി ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, മലങ്കര സഭയുടെ ശബ്ദമായ അന്മായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് അബ്രഹാം, എൻ്റെ വന്യ ഗുരുനാഥൻ മലങ്കര മൽപ്പാൻ കോനാട്ട് റീസ് കോർപ്പിസ്കോപ്പ, ഈ ഗ്രന്ഥത്തിൻ്റെ കൺവീനർ ജേക്കബ് ഉമ്മൻ അവറുകൾ, വന്യരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് മാർത്തോമൻ സ്മൃതി എന്ന ഈ ഗ്രന്ഥം ഏറ്റുവാങ്ങി നിങ്ങളെല്ലാവരെയും പ്രദർശിപ്പിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച പത്രാധിപ സമിതിയെ മുക്തകണ്ഠമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചത് അഭിനന്ദനായ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് തിരുമേനിയാണ്. മാനേജിംഗ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചത് അസോസിയേഷൻ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അവറുകളാണ്. ഇത് മലങ്കര സഭയുടെ പുസ്തകമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രസിദ്ധീകരണമാണ്. ഏകദേശം 500-ലധികം പേജുള്ള ഈ ഗ്രന്ഥത്തിന് 600 രൂപയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പ്രത്യേകമായി ഞാൻ പത്രാധിപ സമിതിയെ പരിചയപ്പെടുത്തി അവരെ അഭിനന്ദിക്കുകയാണ്. വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പലായ വന്യ റജി മാത്യു അച്ഛൻ, പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട്, സാമൂഹ്യ ചരിത്രകാരനായ ഡോക്ടർ എം കുര്യൻ തോമസ്, പത്രപ്രവർത്തകനും ഗവേഷകനുമായ വർഗീസ് ജോൺ തോട്ടപ്പുഴ, മാധ്യമപ്രവർത്തകനായ ശ്രീ ജോയ്സ് തോട്ടക്കാട്, ഇവരുടെയൊക്കെ അക്ഷീണമായ പരിശ്രമം പത്രാധിപ സമിതി എന്ന നിലയിൽ ഇതിന് നിർവഹിക്കപ്പെട്ടു എന്നത് നമ്മൾ മറന്നുപോകരുത്. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ മനോഹരമായ ആമുഖം ഈ ഗ്രന്ഥത്തെ ഏറ്റവും പ്രകാശപൂരിതമാക്കി തീർക്കുന്നു. അതിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, 2024 ഫെബ്രുവരി 25 കോട്ടയത്ത് നടന്ന മാർത്തോമൻ പൈതൃക സ്മൃതിയുടെ മനോഹരമായ കാഴ്ചകളും ദർശനങ്ങളും കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കുന്ന മഹത്തായ പ്രാമാണിക ഗ്രന്ഥമാണ് മാർത്തോമൻ പൈതൃക സ്മൃതി എന്ന് പറയുന്നത്. പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് മാർത്തോമൻ പൈതൃകം 3 തലത്തിൽ ആമുഖത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യ പിന്തുടർച്ച. 2, മാർത്തോമൻ പൈതൃകം ശ്ലൈഹിക പാരമ്പര്യ സ്വത്ത്. 3, മലങ്കര സഭയുടെ സ്വയശീർഷകത്വം. ഇന്ന് വളരെ കൃത്യമായിട്ട് പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് നമ്മോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. മാർത്തോമൻ സ്വത്വബോധം ഉൾക്കൊണ്ട് സഭകൾക്ക് ഒന്നിക്കുവാൻ കഴിയണം. പരിശുദ്ധ പിതാവിൻ്റെ വലിയ സ്വപ്നമാണ്, വലിയ ദർശനമാണ്. ആ ദർശനത്തിൻ്റെ അടിത്തറയും അതിൻ്റെ വിശാലമായ കാഴ്ചപ്പാടുകളുമാണ് മാർത്തോമൻ പൈതൃക സ്മൃതി എന്ന ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. ഇത് വായിച്ച് തീർക്കുവാനുള്ള പുസ്തകമല്ല, വായിച്ച് പഠിക്കുവാനും പരിശോധിക്കുവാനും ഉദ്ധരിക്കുവാനും ഗവേഷണം നടത്തുവാനുമായിട്ടുള്ള വലിയ ഒരു സമ്പത്താണ് ഇത് എന്ന് ഓർക്കണം. ഈ ഗ്രന്ഥത്തിന് ആമുഖം എഴുതിയിരിക്കുന്നത് അഭിനന്ദനായ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്. അദ്ദേഹം ഓർപ്പിക്കുകയുണ്ടായി, ഈ ഗ്രന്ഥത്തിന് 3 ദളമാണ് അവതരിപ്പിക്കുന്നത്. പ്രഥമ ദളം എന്ന് പറയുന്നത് പൈതൃക സ്മൃതിയാണ്. മാർത്തോമൻ പൈതൃക സ്മൃതിയെക്കുറിച്ചുള്ള വിശാലമായ പ്രൗഢഗംഭീരമായ ഗവേഷണാത്മകമായ 18 ലേഖനങ്ങളാണ് ഉൾച്ചേർത്തിരിക്കുന്നത്. ദ്വിതീയ ദളം എന്ന് പറയുന്നത് ഭാഷ
സ്മൃതിയാണ്. പരിശുദ്ധ പട്ടശ്ശേരി ഗീവർഗീസ് മാർ ദിവന്യാസോസ് തിരുമേനിയുടെ കാഴ്ചപ്പാടും ദർശനവും സത്യവും തത്വവും ഒക്കെ അവതരിപ്പിക്കുന്ന 19 ലേഖനങ്ങളുടെ സമാഹാരമാണ് ദ്വിതീയ ദളത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തൃതീയ ദളം ഭരണഘടനയെ കുറിച്ചുള്ളതാണ്. ഏകദേശം പ്രൗഢഗംഭീരമായ 7 ലേഖനങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഗ്രന്ഥത്തിന്റെ മഹത്തായ ഒരു പൈതൃകം എന്ന് പറയുന്നത് മലയാള ലേഖനങ്ങളോടൊപ്പം തന്നെ വളരെ ഗഹനങ്ങളായ ഇംഗ്ലീഷ് ലേഖനങ്ങളുമുണ്ട്. 7 ഇംഗ്ലീഷ് ലേഖനങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ച് അനുബന്ധ ലേഖനങ്ങൾ കൂടി ചേർത്ത് 50 പ്രൗഢ ലേഖനങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലങ്കര സഭയിൽ ഇദംപ്രദമായിട്ടാണ് ഇത്തരത്തിൽ മലങ്കര സഭയുടെ പൗരാണികതയും മാർത്തോമൻ പൈതൃകവും പാസുര സ്മൃതിയും ഭരണഘടനാ ദർശനവും ഒരുമിച്ച് സമന്വയിപ്പിച്ചിറക്കുന്ന ആദ്യത്തെ പ്രാമാണിക ഗ്രന്ഥം എന്ന നിലയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു എന്നത് ഓർക്കണം. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി 500 പേജുകളാണുള്ളവ. ഓരോ പേജും വായിച്ച് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് വളരെ ഹൃദ്യമായിട്ട് അനുഭവപ്പെടുന്നു. വലിയ ഗവേഷണം നടത്തിയാണ് ഓരോ ലേഖനവും രൂപശില്പം ചെയ്തിരിക്കുന്നത്. അഭിവന്യായ ഡോക്ടർ യാക്കോബ് മാർ ഐരേനിയസ് തിരുമേനിയുടെ കുറിപ്പ് ഞാൻ വായിച്ചെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മലങ്കര സഭയുടെ ചരിത്ര സത്യങ്ങളും സവിശേഷതകളും ക്രോഡീകരിച്ച് ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കുമായി സമർപ്പിക്കുന്ന ഉദ്ദേശമാണ് ഈ യജ്ഞം പൂർത്തിയാക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഏറ്റവും ഇഷ്ടപ്പെട്ട വരി എന്ന് പറയുന്നത്, നിശ്ചിത സമയത്തിനുള്ളിൽ ഈ മഹാസമ്മേളനം നടന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. കഴിഞ്ഞ ഫെബ്രുവരി 25 കോട്ടയത്ത് മഹാസമ്മേളനം നടന്നിട്ട് 1 വർഷം ആകുവാൻ പോകുന്നതേ ഉള്ളൂ. 1 വർഷത്തിനുള്ളിൽ ഇത്ര മനോഹാരിതമായ പ്രൗഢഗംഭീരമായ ഗവേഷണ ഔത്സുക്യം പുലർത്തുന്ന ലേഖനങ്ങൾ ഉൾക്കൊള്ളിച്ച് മാർത്തോമൻ പൈതൃക സ്മൃതി പ്രസിദ്ധീകരിക്കുവാൻ ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഇതിനുവേണ്ടി അക്ഷീണം എത്തിച്ച 3 മഹത് വ്യക്തികളെ കുറിച്ചും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇതിന്റെ മാനേജിംഗ് എഡിറ്ററായി പ്രവർത്തിച്ച അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അവറുകൾ, ഇതിനെ എപ്പോഴും നിശ്ചിത സമയത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഇതിന്റെ സംഘാടകരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന വൈദിക ട്രസ്റ്റി വന്ദനായ ഡോക്ടർ തോമസ് വർഗീസ് അമേലച്ചൻ, ഇത് ഇറങ്ങി മധ്യാകൂ നിശ്ചിത സമയത്തിനുള്ളിൽ എന്ന് പ്രഖ്യാപിച്ച് വേണ്ട എല്ലാ കൈത്താങ്ങലുകളും നൽകിയ നമ്മുടെ സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് അവറുകൾ, ഇവരുടെയൊക്കെ പിൻബലം, നേതൃത്വം, കാഴ്ചപ്പാട്, ദർശനം ആദ്യമൊന്നും ഇതിലുണ്ടായതുകൊണ്ടാണ് നിശ്ചിത സമയത്തിനുള്ളിൽ മനോഹരമായ ഈ ഗ്രന്ഥം ഇവിടെ പരിശുദ്ധ ബാവാതിനെ സ്മരിച്ചുകൊണ്ട് പ്രകാശിപ്പിക്കുവാനായിട്ട് ഇടയായത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്ന് ശാന്തമായി പ്രവർത്തിച്ചത് ഇതിൻ്റെ കൺവീനർ പ്രിയപ്പെട്ട ജേക്കബ് ഉമ്മൻ മുളക്കര അവറുകളാണ്. എല്ലാ പത്രാധിപ സമിതിയെയും ഇതിന് ചെറുതുവലുതുമായി സഹായങ്ങൾ നൽകിയവരെയും പ്രൗഢഗംഭീരമായ രചനകൾ നൽകി ഈ ഗ്രന്ഥത്തെ പ്രകാശിപ്പിച്ച എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിച്ച് ആഗ്രഹപൂർവ്വം സ്നേഹപൂർവ്വം വായനയ്ക്കും പഠനത്തിനും മനനത്തിനും ഗവേഷണത്തിനുമായി ഈ ഗ്രന്ഥം വായനാ സമക്ഷം സമർപ്പിച്ച് വാക്കുകൾ സമർപ്പിക്കുന്നു.